സെയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിന്നിംഗ് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, കോഴ്സിനുള്ളിൽ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സെയിൽസ് നേടാം. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം, റാഫിസാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിന്നിംഗ് പ്രോഡക്റ്റ്, ഓൺലൈനിൽ സെയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിന്നിംഗ് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിനുമുമ്പ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഒരു പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ടുള്ള 30 മിനിറ്റ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഡ്രോപ്പ് ഷിപ്പിംഗ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് പോലും നമ്മൾ ഹോൾഡ് ചെയ്യാതെ, നമ്മൾ സ്റ്റോക്ക് ചെയ്യാതെ നമ്മൾക്ക് എങ്ങനെ സെയിൽ ചെയ്യാം, എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്, അതെങ്ങനെ നമുക്ക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം തുടങ്ങിയതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് വീഡിയോയും ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് വീഡിയോയും ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് പ്രോഡക്റ്റ് ഇനി മാർക്കറ്റ് ചെയ്യണം. ഓൺലൈനിൽ നമുക്ക് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാം. എങ്ങനെ നമുക്ക് വിന്നിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്താൽ സെയിൽസ് കൊണ്ടുവന്ന് നമ്മളുടെ പ്രോഡക്റ്റ് സെയിലായി പോകുന്നു എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ കൊടുക്കുക. ഡൗട്ട്സും ക്ലിയറിങ് ഒക്കെ നമുക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത്, നമ്മളൊരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക വെച്ചാൽ ഫേസ്ബുക്കിൻ്റെ ആഡ്സ് ലൈബ്രറി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫേസ്ബുക്കിൻ്റെ ആഡ്സ് ലൈബ്രറി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രോഡക്റ്റ് എങ്ങനെയാണ് നമുക്ക് വിൻ ചെയ്യേണ്ടത്, അതിൽ നമുക്ക് എങ്ങനെയാണ് പ്രോഡക്റ്റ് സെയിലാവുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അത് ആഡ്സ് ലൈബ്രറി ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഫേസ്ബുക്കിൻ്റെ ആഡ്സ് ലൈബ്രറിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ കാണുന്നതാണ് ഫേസ്ബുക്കിൻ്റെ ആഡ്സ് ലൈബ്രറി എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളിപ്പോൾ സെർച്ച് ചെയ്യാൻ പോകുന്ന ഒരു കോണ്ടന്റ്, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇപ്പോൾ റിലേറ്റഡ് ടു ഒരു ടോയ് ആണെന്ന് വിചാരിക്കാം. കിഡ്സ് ടോയ് ആണെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് കിഡ്സ് ടോയ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടോ, കിഡ്സ് ടോയ് സെയിൽ ചെയ്യുന്ന കുറേ കിഡ്സ് ടോയുടെ പ്രോഡക്റ്റ് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ ബ്രൈനി കിഡ്സ് എഡ്യൂക്കേഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഇതൊരു നീഷ് പ്രോഡക്റ്റ് ആണ്. പിന്നെ അത് കണ്ടോ, ഇങ്ങനെ വിത്ത് വീഡിയോസായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ അതല്ല, എന്താണ് നമ്മൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ കോസ്മെറ്റിക്സ് ആണെങ്കിൽ എന്താണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത്, അതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വരുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കോസ്മെറ്റിക്സ് കണ്ടോ, കോസ്മെറ്റിക്സ് വെച്ചിട്ട് കുറേ പ്രോഡക്റ്റുകൾ. പ്രോഡക്റ്റ് എന്തൊക്കെയാണ്, ഇത് ലിപ്സ്റ്റിക്ക്, ചീക്ക്, സംതിങ്, അങ്ങനെ കോസ്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റ്. നമുക്കിതിൻ്റെ പേരുകളൊന്നും അറിയില്ല, ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ എന്താണ് നമ്മുടെ നീഷ് പ്രോഡക്റ്റ്, എന്താണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ദെൻ നമ്മൾക്ക് റോപ്പോസോ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ പറഞ്ഞ പോലെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് അവിടെ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസിൽ കൂടുതൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ആപ്സുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് നമ്പർ 2, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആമസോണാണ്. ആമസോണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ്സ് കണ്ടുപിടിക്കാം. ഈ പറയുന്ന ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ആപ്പിൽ അവൈലബിൾ ആണോ എന്ന് നോക്കുക. മിക്കവാറും അവൈലബിൾ ആയിരിക്കും ഈ പറഞ്ഞ പ്രോഡക്റ്റ്. ഞാൻ ഇതിനു മുമ്പൊക്കെ പറയാറുണ്ട്, നമുക്ക് ഇന്ത്യ മാർട്ടിൽ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാം എന്നുള്ളത്. ബട്ട് എനിക്ക് വരുന്ന എൻക്വയറികൾ പലരും അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യാനോ അങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങി വെക്കാനോ ഒന്നും പൈസ ഉള്ളവരല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ. നമ്മൾ 1 രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യേണ്ട, നമ്മൾ ഇൻവെൻറ്ററി കീപ്പ് ചെയ്യേണ്ട. ഗോ ത്രൂ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്ന ബിസിനസ് നമ്മളെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ആഡ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇനിയും നമ്മുടെ ചാനലുകളിൽ അപ്ഡേറ്റ് ചെയ്യാം, എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളത്. നമ്മളെല്ലാവരും ഈ ഒരു ബിസിനസ്സിൽ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ട്രൈ ചെയ്യുക. മൂന്നാമത്തതെന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷനാണ്, ഒരു ക്രോം എക്സ്റ്റൻഷനാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് വിന്നിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. എക്സ്റ്റൻഷൻ ഉണ്ട്. ഇതാണ്
ഡ്രോപ്പ് ഷിപ്പ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ഷോ ഓൺലി ആഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളക്റ്റഡ് ആഡ്സ് ഇവിടെ കാണാൻ പറ്റും. ഡ്രോപ്പ് ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആഡുകൾ നമുക്ക് പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ഇ കൊമേഴ്സ് പ്രോഡക്റ്റുകൾ ഒക്കെ എങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്, മറ്റ് ആഡ്സുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. റിലേറ്റഡ് ടു നമ്മൾ ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ജസ്റ്റ് ഈ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആണോ ഈ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രോഡക്റ്റുകൾ, ഇ കൊമേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ. അങ്ങനെ വിന്നിങ് പ്രോഡക്റ്റുകളും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ്റെ പേരാണ്, ക്രോം എക്സ്റ്റൻഷൻ്റെ പേരാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എക്സ്റ്റൻഷൻ. ഓക്കെ, ഡ്രോപ്പ് ഷിപ്പ് എക്സ്റ്റൻഷൻ എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ads.dropship.io എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഇതിനു മുമ്പ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഇറ്റ്സ് എ ഫേമസ് വൺ. ഓക്കെ, നാലാമത്തതും ഒരു വെബ്സൈറ്റാണ്, app.minia.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഗൂഗിളിൽ പോവുക, app.minia.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്, ജസ്റ്റ് ഇതിലേക്ക് പോവുക. ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ മിനിയ എൻ്റെ ആഡ്സ് എന്ന് പറയുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ ഫേസ്ബുക്ക്, പിൻട്രസ്റ്റ്, ടിക്ടോക്ക് ഇതിലൊക്കെ നമുക്ക് ഉള്ള ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ആഡുകൾ നമുക്ക് കാണാൻ സാധിക്കും റിലേറ്റഡ് ടു ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഡക്ട്സ്. കണ്ടോ, സോക്സ് വിൽക്കുന്നവരുണ്ട്, എന്തൊക്കെ പരിപാടികളാണുള്ളത് അല്ലേ. നമ്മളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ടൂളുകളൊക്കെ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം. നമ്മളങ്ങനെ വെറുതെ കണ്ണും അടിച്ച് കുറേ പ്രോഡക്റ്റ് എടുത്ത് സെയിൽ ചെയ്യുക എന്നുള്ളതിന് പകരം നമുക്കൊരു വിൻ വിൻ സിറ്റുവേഷൻ പ്രോഡക്റ്റ് നമുക്ക് വേണ്ടി വെച്ചു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡേറ്റ് വൈസ് നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാൻ നോക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഫസ്റ്റ് സീൻ ഡേറ്റ് ഏതാണെന്നുള്ളത്, ലാസ്റ്റ് 7 days ആഡുകൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ലോഗിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഓരോ പ്രോഡക്റ്റുകളും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രോഡക്റ്റുകൾ കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് ഷോപ്പിംഗ് ആഡ്സ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഷോപ്പിഫൈ വെബ്സൈറ്റിലേക്ക് വിസിറ്റ് കൊടുത്ത് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാം. ഞാനിനി എങ്ങനെ നമുക്കൊരു 24 hours ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സെയിൽസ് നേടാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അങ്ങനെ ആ ഒരു സബ്ജക്റ്റിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. തീർച്ചയായും അറ്റ് ദ ഏർലിയസ്റ്റ് ഞാനത് അങ്ങനെയുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. സോ നമ്മളുടെ ചാനലിൽ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ കൂടുതൽ ഇടുന്നത് കൊണ്ടും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ്, ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചാനൽ കൊണ്ടും പല ആളുകൾക്ക് ഇതെത്തുന്നില്ല. കൂടുതൽ ആളുകൾക്കും ഫൺ, എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആണല്ലോ ആവശ്യം. അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക, എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അത് ഞാനൊന്ന് എടുത്ത് പറഞ്ഞെന്നുള്ളൂ. സോ നമ്മുടെ കോണ്ടൻറ്റുകൾ ഇനിയും മെച്ചപ്പെടുത്താം. സോ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.